ISROയിലെ മുൻ ശാസ്ത്രജ്ഞരായ നമ്പി നാരായണനും ഡി ശശികുമാരനും മാലദ്വീപ് സ്വദേശികളായ മറിയം റഷീദയും അന്തരിച്ച ഫൗസിയ ഹസനും പ്രതികളായി കേരള പോലീസ് 1994 രജിസ്റ്റർ ചെയ്ത ചാരക്കേസ് പോലീസ് ഉദ്യോഗസ്ഥരും കേരളത്തിലെ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CBI. ഗൂഢാലോചനയുടെ ആസൂത്രകരായി കണ്ടെത്തിയ മുൻ DGPമാരായ RB ശ്രീകുമാറും സിബി മാത്യൂസും ഉൾപ്പെടെയുള്ള 5 അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രതിയാക്കി CBI ഡൽഹി യൂണിറ്റ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേരള പോലീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനായ S. വിജയൻ, തമ്പി S. ദുർഗാദത്ത്, PS. ജയപ്രകാശ് എന്നിവരാണ് മറ്റ് പ്രതികൾ. തിങ്കളാഴ്ച CBI ആസ്ഥാനത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥർ കോടതിയിലെത്തി സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെയും അതിൻ്റെ അനുബന്ധ രേഖകളുടെയും വസ്തുതാപരവും സാങ്കേതികവുമായ വശങ്ങൾ കോടതി ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിഴവുകളൊന്നുമില്ലെങ്കിൽ അടുത്ത ആഴ്ച കോടതി കുറ്റപത്രം പരിഗണിക്കും. 2021 ഓഗസ്റ്റിൽ സുപ്രീം കോടതി ഉത്തരവിട്ടതനുസരിച്ചാണ് കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം CBI അന്വേഷിക്കാൻ തുടങ്ങിയത്. ചാരക്കേസിന് പിന്നിലെ വസ്തുതകൾ അന്വേഷിക്കാൻ കോടതി നിയോഗിച്ച മുൻ ജഡ്ജി DK ജെയിൻ നയിച്ച കമ്മിറ്റി കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ച പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും സംഭവിച്ചതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് തെറ്റായി പ്രതിയേർക്കപ്പെട്ട നമ്പി നാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരവും സുപ്രീം കോടതി അനുവദിച്ചു. ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തലവനും മുൻ DGPയുമായ സിബി മാത്യൂസ്, അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിരുന്ന അന്നത്തെ ഇൻ്റലിജൻസ് ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടറും ഗുജറാത്ത് മുൻ DGPയുമായ RB ശ്രീകുമാർ എന്നിവർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്കെതിരെ FIR സമർപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ 5 പേരും ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുകയും ചെയ്തു. CBI നൽകിയ അപ്പീലിൽ ഈ മുൻകൂർ ജാമ്യം പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വീണ്ടും വാദം കേട്ട ഹൈക്കോടതി 2023 ജനുവരിയിൽ 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം വീണ്ടും അനുവദിച്ചു. ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം മാസങ്ങളോളം തിരുവനന്തപുരത്ത് തങ്ങിയാണ് ഈ ഗൂഢാലോചന കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ 1994-95 കാലത്ത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരും ശ്രീകുമാറിൻ്റെയും സിബി മാത്യൂസിൻ്റെയും കുടുംബ സുഹൃത്തുക്കളും ISRO ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 50ഓളം പേരുടെ മൊഴി ഈ സംഘം രേഖപ്പെടുത്തിയിരുന്നു. വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും പോലീസിനെ സഹായിക്കാൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ കാട്ടിയ തിടുക്കം സംശയാസ്പദമാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ടെന്നാണ് അറിയുന്നത്. നേരത്തെ സിബി മാത്യൂസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് നമ്പി നാരായണൻ രംഗത്ത് വന്നിരുന്നു. ചാരക്കേസിൽ ഇടപെട്ടതും തന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതും സിബി മാത്യൂസാണെന്ന് നമ്പി നാരായണൻ അന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഗൂഢാലോചനയിൽ ഇയാൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും നമ്പി നാരായണൻ പറഞ്ഞിരുന്നു. ഒരുപാട് പേരുടെ ജീവിതം തകർത്തെറിഞ്ഞ കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച പ്രമാദമായ ചാരക്കേസ് ഒടുവിൽ മാറി മറിയുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പ്രതികളായി മാറുന്ന കാഴ്ച.